നമസ്കാരം, ഞാൻ സരിക പ്രേമാനൻ. സാടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇന്നൊരു വലിയ മാറ്റത്തിന്റെ പടിവാതിലിലാണ്. ഏകദേശം $200 ബില്യൺ നിക്ഷേപം ഒഴുകിയെത്തുന്ന ഒരു വൻ AI വിപ്ലവം നമ്മുടെ ഈ ടെക്നോളജി മേഖലയെ മാറ്റിമറിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിലയൻസ്, അദാനി, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ വമ്പന്മാർ AI അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭാവി വാഗ്ദാനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഗോൾഡ് റഷ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണ്ണവേട്ട അതിവേഗം മുന്നേറുമ്പോൾ ഒരു നിർണായകമായ ചോദ്യം ഉയരുന്നുണ്ട്: ഇതിന്റെ വില എന്താണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ AI വിപ്ലവത്തിന്റെ ചാലക ശക്തിയായിട്ടുള്ള AI ഡാറ്റാ സെന്ററുകൾക്ക് അടങ്ങാത്ത തേഴ്സ്റ്റ് ആണെന്നാണ് നമ്മൾ പറയുക. ഡാറ്റാ സെന്ററുകൾക്ക് അതിയായ ദാഹമുണ്ട്. ഇതിനകം തന്നെ കടുത്ത ജലക്ഷാമം നേരിടുന്ന കോടിക്കണക്കിന് ആളുകളുള്ള ഇന്ത്യയിൽ ഈ ജലദാഹം വലിയൊരു പ്രതിസന്ധിയായി മാറും. ഇതാണ് ഇന്ത്യയുടെ AI സ്വപ്നവും അതിന് പിന്നിലെ പാരിസ്ഥിതിക വൈരുദ്ധ്യത്തിൻ്റെയും കഥയായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ നിക്ഷേപങ്ങളുടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് ഒരു ഡിജിറ്റൽ സൂപ്പർ പവർ ആവാനുള്ളതാണ്. കണക്കുകൾ അമ്പരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് $110 ബില്യൺ ഒരു മൾട്ടി ഗിഗാവോട്ട് ഡാറ്റാ സെന്ററുകൾ ഉൾപ്പെടെയുള്ള AI ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ $100 ബില്യൺ റിന്യൂവബിൾ എനർജി പദ്ധതികളുമായിട്ട് തൊട്ടുപിന്നിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മൈക്രോസോഫ്റ്റ് $200 ബില്യൺ ഗൂഗിൾ $15 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരം തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ലോകോത്തരമായ ഒരു AI ഇക്കോസിസ്റ്റം ഇവിടെ വളരുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും നൂതനമായ കണ്ടെത്തലുകൾക്കും ഒക്കെ വഴിയൊരുക്കും. എന്നാൽ അവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ കമ്പനികൾക്ക് 21 വർഷത്തെ ടാക്സ് ഹോളിഡേ ആണ് നൽകിയിരിക്കുന്നത്. അതായത് ടാക്സ് ഫ്രീ ആക്കിക്കൊണ്ടാണ് സർക്കാർ ഈ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യ AI ബിസിനസ്സിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജലപ്രതിസന്ധി എന്നുള്ളത്. പുരോഗതിയുടെ ഈ ഒരു അദൃശ്യമായിട്ടുള്ള വില അതാണ്. അതായത് AI ക്ലൗഡിലല്ല ജീവിക്കുന്നത്, അത് പ്രവർത്തിക്കുന്നത് ടൺ കണക്കിന് വെള്ളം കുടിച്ചു തീർക്കുന്ന വമ്പൻ ഡേറ്റാ സെന്ററുകളിലാണ്. ഇന്ത്യയിൽ ഇന്ന് 16.3 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമല്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്ന് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഡേറ്റാ സെന്ററുകളുടെ ഈ ജലത്തിന്റെ ഉപയോഗം 358 ബില്യൺ ലിറ്ററായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ChatGPTയിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏകദേശം 1/2 ലിറ്റർ വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഒരു വലിയ ഡാറ്റാ സെന്റർ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് ഏകദേശം 50,000 പേര് വസിക്കുന്ന ഒരു സിറ്റിയുടെ ദാഹം നമുക്ക് തീർക്കാൻ സാധിക്കും. ഇപ്പോൾ ജലക്ഷാമം രൂക്ഷമായിട്ടുള്ള ഹൈദരാബാദിലും പൂനെയിലും ഒക്കെയാണ് ഇത്തരം പല ഡേറ്റാ സെന്ററുകളും വരുന്നത്. ഹൈദരാബാദിൽ പ്രതിദിനം 90 കോടി ലിറ്റർ വെള്ളത്തിന്റെ കുറവ് അനുഭവപ്പെടുമെന്നാണ് പ്രവചനം. വിശാഖപട്ടണം പോലുള്ള നഗരങ്ങളിലെ ജനങ്ങൾ ആശങ്കയോടെയാണ് ഈ മാറ്റങ്ങൾ നോക്കിക്കാണുന്നത്. ജനങ്ങൾ അവരുടെ വെള്ളം മെഷീനുകൾക്കായി വഴിതിരിച്ചു വിടുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ശുദ്ധജലം ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് കമ്പനികൾക്ക് മലിനജലം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചുകൂടാ? അതിന് കാരണം ഡേറ്റാ സെന്ററുകളിലെ ചൂട് കുറയ്ക്കാൻ ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 80% വെള്ളവും നീരാവിയായിട്ട് നഷ്ടപ്പെടും. റീസൈക്കിൾ ചെയ്ത വെള്ളത്തിലെ മിനറലുകൾ ലയിച്ചു ചേർന്നിട്ട് ലൈൻ സ്കെയിൽ ഉണ്ടാകുകയും അത് വില കൂടിയ മെഷീനുകളെ നശിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ മിക്ക നഗരങ്ങളിലും റീസൈക്കിൾ ചെയ്ത വെള്ളം വലിയ തോതിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളുമില്ല. അതുകൊണ്ട് കമ്പനികൾക്ക് ഏറ്റവും എളുപ്പവഴി എന്താണ്? മുനിസിപ്പൽ ജലവിതരണത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് നിലവിൽ തന്നെ വെള്ളത്തിനായി കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ആ വിഹിതം കുറയ്ക്കാൻ കാരണമാകും. അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി സൂപ്പർ പവർ ആവാനാണോ സെർവർ റൂമാനാണോ ഇന്ത്യ പോകുന്നത് എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശരിക്കും ഒരു AI സൂപ്പർ പവർ ആവുകയാണ്, അതോ ലോകത്തിന്റെ വെറും സെർവർ റൂമായിട്ട് മാറുകയാണ്? ഇത് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഭൂമിയും വെള്ളവും വൈദ്യുതിയും നൽകി ലാഭം കൊയ്യുന്നത് ആരാണ്? വിദേശ കമ്പനികളാണ്. അവരുടെ അൽഗോരിതങ്ങളും അവരുടെ ഐറ്റിയും അവരുടെ കൂടെ തന്നെ പോകുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നേ ഇവിടെ നടക്കുന്നുള്ളൂ.
ഇതിൻ്റെ യഥാർത്ഥ മൂല്യം ഇന്ത്യയിലല്ല ഉണ്ടാകുന്നത്. ഇതൊരു ടെക്നോളജി പങ്കാളിത്തത്തെക്കാൾ അല്ലെങ്കിൽ അതിനുപരിയായി ഒരു ലാൻഡ് ലോഡ് ഇടപാട് പോലെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഡേറ്റാ സെൻറ്ററുകളുടെ വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നയമോ ട്രാൻസ്പെറൻസിയോ ഇല്ലാത്തതും ഈ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ഇതിന് യഥാർത്ഥ വില കൊടുക്കുന്നത് ആരാണ്? ആലോചിച്ചു നോക്കാം. എല്ലാ പുരോഗതിക്കും ഒരു വിലയുണ്ട് അല്ലേ? പക്ഷെ ആരാണ് ആ വില നൽകുന്നത്? ഗവൺമെന്റ് ആണ്? അല്ല, ഡേറ്റാ സെന്ററുകൾക്ക് സമീപം താമസിക്കുന്നവർ. അവർ ജലക്ഷാമത്തിലൂടെയും പരിസ്ഥിതി നാശത്തിലൂടെയും അത് അനുഭവിക്കും. കൃത്യമായ ഒരു ദേശീയ നയമില്ലാതെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വിഭവം ജലം നൽകി നാം എന്താണ് നേടുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. ഇന്ത്യ AIS സ്വീകരിക്കണമോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം. വ്യക്തമായി ഞാൻ പറയുന്നു, ഇന്ത്യ AIS സ്വീകരിക്കണമോ വേണ്ടയോ എന്നതല്ല. എന്തുകൊണ്ടും ഇന്ത്യ AIS സ്വീകരിക്കണം. ഇവിടുത്തെ ചോദ്യം എന്താണ്? എങ്ങനെ വേണം, എങ്ങനെ AIS സ്വീകരിക്കണം എന്നുള്ളതാണ്. പ്രകൃതിയെയും ജനങ്ങളെയും മറന്നുകൊണ്ടുള്ള പുരോഗതി ശാശ്വതമല്ല. നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റിക്കാതെ പുരോഗതിയുടെ ആ ഒരു തേഴ്സ്റ്റ് അത് തീർക്കാൻ നമുക്ക് കഴിയണം. വരും തലമുറയ്ക്ക് വെള്ളമില്ലാത്ത ഒരു ലോകത്ത് AI കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ AIയെ കൂടെ നിർത്തി മുന്നോട്ട് പോകണം. എന്നാൽ അത് കൊണ്ട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനു വേണ്ട നയനിർമ്മാണം നടത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. AIയുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകൾ നമ്മൾ മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്പ് ആൻഡ് US നിന്നുള്ള AI എക്സ്പേർട്സ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ www.sartechlabs.com എന്ന നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നമ്മുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. മോർ കോഴ്സസ് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ AIയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.